ഞാനൊരല്പം വൈകി എന്ന് വിചാരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. 10-15 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോയതുകൊണ്ടാണ് ഞാനൊരല്പം വൈകിയത്. സംഘാടകരോടും മാന്യ അതിഥികളോടും മാപ്പുന്നു. ഇത് കേരളത്തിൽ മാത്രം ആരംഭിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മ കൾച്ചറൽ കോൺഗ്രസ്. ലോകത്ത് വരെ കൾച്ചർ ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് പല സംസ്കാരങ്ങളുടെ സംഗമവേദി. ഇന്ത്യയിലെ അത് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ആവുമ്പോൾ ഇതിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വിഭാഗങ്ങളിലുമുള്ള സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ്മയായി കൂടിച്ചേരുന്നതാണ് സംഗമം. നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടെ പറയുന്നതാണ്, നമുക്കൊക്കെ ഭയങ്കര കൾച്ചറാണ്, നമ്മൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണ്. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ സംസ്കാരം, എന്താണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്. കാര്യമായിട്ടുള്ള പിടിപാടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയത്, എൻ്റെ അഭിപ്രായം മാത്രമാണ്, സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ കോടിക്കണക്കിന് മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റു ജീവികൾ കൂടെ ജീവിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയും. അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഈ വായുവും ജലവും എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസം സംസ്കാരവുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാവൂ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അനുഭവം അങ്ങനെയല്ല. പക്ഷേ വിദ്യാഭ്യാസം സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സംസ്കാരം തിരിച്ചറിയാൻ പറ്റും, കുറച്ചുകൂടെ സംസ്കാരത്തെപ്പറ്റി പഠിക്കാനും അറിയാനും സാധിക്കുന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നരായിരിക്കും. അങ്ങനെ കാണാറില്ല. എൻ്റെ അനുഭവം അങ്ങനെ അല്ലതാണ്. ഇത് ഒരു സർക്കാർ പ്രസ്ഥാനത്തിലൂടെ അല്ലെ സർക്കാർ മുൻകൈ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്, അത് നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്, നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സാംസ്കാരിക ബോധം വളർത്താനുമല്ല, നമ്മുടെ സാംസ്കാരിക ബോധത്തെ ഉണർത്താനുമല്ല, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നതോ നമ്മൾ കാണാതെ പോകുന്നതോ നമ്മൾ മറന്നു പോകുന്നതുമായ ഒരുപാട് സാംസ്കാരികതയുണ്ട്. നമുക്ക് അത് ഉണർത്താനോ ഓർമ്മപ്പെടുത്താനോ വേണ്ടിയായിരിക്കും സർക്കാർ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് ബോധമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളിവിടെ പലപ്പോഴും നമ്മുടെ മതേതരത്വം അല്ലെങ്കിൽ മത സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംസ്കാരത്തെ പറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെ കൊണ്ട് പോട്ടെ, മതങ്ങൾ നമ്മൾ ധരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ. മതങ്ങൾ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ പരസ്പരം വിശ്വസിക്കുന്നു. പരസ്പരം നമ്മൾ കാണേണ്ടവരാണ്, പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യ വെളിച്ചത്തിൽ ജീവിക്കുന്ന, ഒരേ സൂര്യ വെളിച്ചത്തിൻ്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ്. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും മതവുമില്ല, രോഗങ്ങൾക്കുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മൾ സ്വാർത്ഥലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതും നമ്മുടെ സ്നേഹത്തിൽ തന്നെയാണ്, മനുഷ്യ സ്നേഹത്തിൽ തന്നെയാണ്. കാലമുണ്ടായ അല്ലെങ്കിൽ രോഗമുണ്ടായ കാലം മുതൽ
പരസ്പരം നമ്മൾ പറയുന്ന സ്നേഹത്തെ പറ്റിയാണ്. നമ്മുടെ സ്നേഹം ഉണ്ടാവുന്നത് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ശത്രുവിന്, അതായത് നമ്മളിലുള്ള നൈശാചികമായ ഭാവത്തെ അതിനെ ദേവഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മൾ മനുഷ്യരാകും. നമ്മൾ ദൈവഭാവത്തിലേക്ക് നമ്മൾ മനുഷ്യനപ്പുറത്തേക്ക് വരുന്നു. പക്ഷെ അത് അപൂർവം ചില ആളുകൾക്കേ ഉള്ളതാണ്. പക്ഷേ എല്ലാ മനുഷ്യർക്കും സൃഷ്ടിച്ചേക്കാവുന്ന സൃഷ്ടി തന്നെയാണ്. ലോകം മുഴുവൻ അങ്ങനെ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അത്യാവശ്യം അങ്ങനെ നടക്കില്ല. വളരെ ലോലമാനസരായവർ ചിലപ്പോൾ ഈ പൈശാചിക ഭാവത്തിന് കീഴടങ്ങി പോകുന്ന അവസരങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് ഈ യുദ്ധം നമ്മളിൽ തന്നെയുള്ള നന്മയും തിന്മയും യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ ഈ ലോകത്ത് വേണ്ട. അതിൻ്റെയാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരം തന്നെ തുടരട്ടെ, ആ യുദ്ധം നടക്കട്ടെ. യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ വലിയ വാക്കുകളാണ്. ഇതിലെല്ലാവരും ഓരോരുത്തരും കേട്ടവാരും കേൾക്കാത്തവാരും കേൾക്കാം. എന്നാൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് എൻ്റെ വലിയ മനസ്സിൽ ഈ വാക്കുകൾ കൊണ്ട് അവസാനത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഔപചാരികമായി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹം.